എൻ്റെ ഒരു വലിയ ആഗ്രഹം നിറവേറിയ സന്തോഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിടുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരു പോളി ഹൗസ് നിർമ്മിക്കണം എന്ന്. അപ്പോൾ അതൊരു ആഗ്രഹമായിട്ടായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ അത് നമുക്ക് സഫലമായി വന്നിട്ടുണ്ട്. നമ്മുടെ പോളി ഹൗസ് ദേ ഇവിടെ ഇങ്ങനെ റെഡിയാവുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിക്കാണ് നമ്മൾ പോളി ഹൗസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കോസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഓരോരോ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ UV ഷീറ്റ് തപ്പിയിട്ട് ഇങ്ങനെ കുറച്ച് നടന്നു. പിന്നെ നമ്മൾ പോളി ഷീറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള UV പോളി ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷെഡ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കോസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയി. അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം. വലിയ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ നമുക്കൊരിക്കലും ഇങ്ങനൊരു പോളി ഹൗസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു റിസ്കിലേക്ക് ഇറങ്ങിയത് കേട്ടോ. കൂടുതലും ഇങ്ങനെ പ്ലാന്റ് വളർത്തി ഇങ്ങനെ ആയപ്പോൾ ഇങ്ങനൊരു പോളി ഹൗസിലേക്ക് മൂവ് ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് പ്ലാന്റ്സ് വയ്ക്കാനും ഒക്കെ ആയിട്ടൊരു സെറ്റപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാർ ഷെഡിലും മുകളിലത്തെ സിറ്റൗട്ടിലും ഒക്കെ ആയിരുന്നു നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെള്ളം ഒഴിക്കാനും ബാക്കി മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയിട്ടുള്ള 2 പ്ലാന്റ് ആയിരുന്നു വിങ്കയുടെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിന്നിരുന്നു. എനിക്കാണെങ്കിൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ പ്ലാന്റ്സ് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് എന്നിലെ അന്ധവിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യമായിട്ടും നമ്മൾ ഏതെങ്കിലും നല്ലൊരു പ്ലാന്റ് കാണിച്ച് ആൾക്കാരെ കൊതിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ഒരു ബർഗൻഡി എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലെ പ്ലാന്റ് ഞാൻ കാണിച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് ആ പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു കുഞ്ഞു പ്ലാന്റ് ഉണ്ടായിരുന്നു, ആഗ്രഹിച്ച് കിട്ടിയതാണ്, അത് മിസ്സായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തട്ടൊക്കെ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് ഹാങ് ചെയ്യാനുള്ള കമ്പികളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെയിൽ പാസ് ചെയ്യുന്ന പോലത്തെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള UV ഷീറ്റാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത്. ലോട്ടസിൻ്റെ ഷീറ്റാണ് കേട്ടോ. സ്ക്വയർ ഫീറ്റിന് 46 രൂപയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇവിടേക്ക് വന്നിട്ട് 50 രൂപയൊക്കെ വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പരിചയമുള്ളൊരു ചേട്ടൻ വഴിയാണ് ഈ ഒരു ഷീറ്റ് എടുത്തത്. അപ്പോൾ നമുക്കൊരു 46 രൂപ ആണ് സ്ക്വയർ ഫീറ്റിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പെറ്റൂണിയ, അതായത് ബ്ലാക്ക്ബെറി പെറ്റൂണിയ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പോളി ഹൗസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ ഇടുന്നത് നമ്മുടെ ബ്ലാക്ക്ബെറി പെറ്റൂണിയാണ് നമ്മളെ പോളി ഹൗസിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ ഇടുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ എല്ലാത്തിനും ഒന്ന് മാജിക് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അഴിച്ച് താഴേക്ക് വെച്ചിരുന്നപ്പോൾ കുറേ പ്ലാന്റ് നമുക്ക് നഷ്ടമായി, കുറേയൊക്കെ ഇങ്ങനെ ചതഞ്ഞു. കാരണം ഈ ഒരു ഷെഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡേ നന്നായിട്ട് മൂവ് ആയതാണ്. പിന്നെ ഈ ഷീറ്റ് കിട്ടാണ്ടായപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസം നമുക്ക് ബ്രേക്ക് ചെയ്തിടേണ്ടി വന്നു. അപ്പോൾ അന്നേരം ഈ പ്ലാന്റ്സ് എല്ലാം താഴേക്കാണ് ഇരുന്നത്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് നമുക്കിങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചല്ലോ. ഏതൊക്കെ പ്ലാന്റാണ് പോയെന്നൊന്നും ഒരു പിടിയുമില്ല. എല്ലാം ഇങ്ങനെ പല വഴിക്ക് കിടക്കുകയാണ്. ഏതൊക്കെയാണെന്നൊന്നും ഒരു പിടിയുമില്ലാണ്ട് സിറ്റൗട്ടിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരികയാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊന്നും നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കില്ല. കാരണം എന്ന് വെച്ചാൽ പ്ലാന്റ് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റ് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇനി നമ്മൾ പ്ലാന്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്ലാന്റ്സിനെ എടുത്ത് കാണിക്കുകയോ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചൊക്കെ പോകുകയുള്ളൂ. ഈസി വേവിൻ്റെ 3 ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ 3 ഷെയ്ഡും കാണിക്കുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡും ആ ബ്ലൂ ഷെയ്ഡ് നമ്മൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്രാടത്തിനാണ് ഇത്രയൊക്കെ പ്ലാന്റ്സിനെ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇത് വിളക്കൊക്കെ കത്തിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം അത്തം ഇട്ടു കേട്ടോ. ഇപ്രാവശ്യം അതൊന്നുമില്ല, കാരണം ടൈം കിട്ടിയില്ല. അങ്ങനെ അതുകൊണ്ട് അത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ പെറ്റൂണിയ, കുറേയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നത് കേട്ടോ. ഇതൊന്ന് കോറൽ പീച്ചാണ് കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ അടുത്തിരിക്കുന്നത് ഇതാണ് കോറൽ പീച്ച്. മറ്റേത് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, പക്ഷേ അത് കോറൽ പീച്ച് അല്ല കേട്ടോ. പക്ഷെ രണ്ടും തമ്മിൽ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. കോറൽ പീച്ചിൻ്റെ സീഡിന് വിലയുണ്ട്, മറ്റേതിന് ഭയങ്കര വിലയൊന്നും ഇല്ലാത്ത സീഡാണ് കേട്ടോ. പക്ഷെ കാണുമ്പോൾ എക്സാക്ട്ലി സിമിലറാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വരും. നമ്മളിങ്ങനെ കോറൽ പീച്ച് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ആയിരിക്കും തരുന്നത്. നമുക്കറിയില്ലല്ലോ ഏതാണ്, കളറൊക്കെ സിമിലർ ആയിരിക്കും.
അങ്ങനെ അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ പ്ലാന്റ്സ് വാങ്ങിക്കുക, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊക്കെ നമ്മുടെ കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇതാ പറഞ്ഞത്, ഞാൻ ബർഗൻഡിയുടെ ഒരു ഷെയ്ഡ് ഹാങ്ങിങ് വിങ്ക കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നോക്കൂ വീഡിയോ ഇട്ട് അടുത്ത ദിവസമായപ്പോൾ തന്നെ പോയി. ഒരു മാസമായിട്ട് ഹെൽത്തി ആയിട്ട് നിന്ന പ്ലാന്റാണ്, വേറെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പക്ഷേ നോക്കൂ ആ പ്ലാന്റ് അതോ ഗതിയായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് ഇനി നമ്മൾ കുറച്ചേ കാണിക്കുന്നുള്ളെന്ന്. നമ്മുടെ പെറ്റൂണിയ സീഡൊക്കെ ജെർമിനേഷൻ സംഭവിച്ച് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വളർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മില്യൺ മിൽസിനൊക്കെ ഭയങ്കര ഇങ്ങനെ ശോഷിച്ച് നിൽക്കുകയാണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ 2 പ്ലാന്റ് ജിഫിയിലിരുന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തു കേട്ടോ. ഒന്ന് ഞാൻ ജിഫി മാറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്തു, ഒന്നല്ലാണ്ട് ഇന്നെ റിപ്പോർട്ട് ചെയ്തു. ഈ ജിഫിക്കാതിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിനകത്തോട്ട് വെള്ളം പിടിച്ച് നിന്ന് കംപ്രസ് ആയിട്ട് അതിൻ്റെ സ്റ്റെമ്മല്ല റൂട്ടിനായിരിക്കും ഫസ്റ്റ് ഡാമേജ് വരുന്നത്. പിന്നെ പതിയെയാണ് അത് മുകളിലേക്ക് പൊങ്ങുന്നത്. ഇത് നമ്മുടെ ഈസി വേവ് ബ്ലൂവിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ, ഒരു സ്കൈ ബ്ലൂ മാതിരിക്കൊരു ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ജിഫിക്കകത്ത് ഇങ്ങനെ ഒരുപാട് നാൾ പ്ലാന്റ് വെച്ചിരിക്കുമ്പോൾ ഇതൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ അയക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ജിഫിയാണ് സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജിഫിയിൽ കിട്ടുന്ന പ്ലാന്റ്സ്, ഇപ്പോൾ ജിഫിയിൽ നമ്മളൊരു പെറ്റൂണിയ വാങ്ങിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക ആ പ്ലാന്റ്, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് നമ്മളതായ ഒരു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ വേണം ചെയ്യാനായിട്ട്, അല്ലാണ്ട് അത് തന്നെ ജിഫിക്കാതെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞതാണ് കാരണം. ജിഫിക്കകത്ത് കൊക്കോപീറ്റിൻ്റെ ഒരു ഇതാണ് ഇരിക്കുന്നത്. നേരത്തെയൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മാതിരിക്കുള്ള ഔട്ടറാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നൈലോൺ മാതിരിക്കൊരു സംഭവം മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അടിയിലോട്ട് ഇരുന്നാലും അത് കുതിർന്നു പോവില്ല. അപ്പോൾ അതിൽ നിന്നുള്ള റൂട്ടും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ, ടിഷ്യൂ പേപ്പർ മാതിരിക്കൊരു സംഭവമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ എത്ര നാൾ പ്ലേസ് ചെയ്ത് ജിഫി ആയാലും പുറത്തോട്ടെടുത്ത് നോക്കും, ആ ഒരു ജിഫി അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ഗിവ് അവേ മറന്നു പോകരുത്. ഇതാണ് നമ്മുടെ ഫൈനൽ വീഡിയോ കേട്ടോ. ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കേട്ടോ, ഗിവ് അവേയുടെ ലാസ്റ്റ് വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. നാളെ ആയിരിക്കും നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ അനൗൺസ് ചെയ്യുന്നത്. എന്തായിരിക്കും പ്ലാൻസ് കാര്യങ്ങൾ എന്നൊക്കെ നാളെ ആയിരിക്കും നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എന്നും കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ കേട്ടോ.